ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടത്, അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. നമസ്കാരം. പുസ്തക ലോകത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും മികച്ച വാഗ്മിയും നിലവിൽ പ്രവാസിയുമായ ശ്രീ അജിത് കണ്ഠരൂരിന്റെ പുസ്തകമായ ഇസബെല്ലയാണ്. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരമാണ്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ബുക്കിന്റെ വില 230 രൂപയാണ്. അദ്ദേഹം തന്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് തന്റെ നാടിനു തന്നെയാണ്. ഇനിയെത്ര കാലം കുലം കുത്തിയാലും ഓർമ്മകളിൽ നിന്നും ഒലിച്ചു പോകാതെ, എത്ര തിരഞ്ഞു ചെന്നിട്ടും തിരിച്ചു വരാതെ മണ്ണിൽ ഉറച്ചുപോയ വയൽനാടിന്റെ നൊമ്പരങ്ങൾക്ക്. വ്യത്യസ്ത കാലങ്ങൾ, വ്യത്യസ്ത സന്ദർഭങ്ങൾ, വ്യത്യസ്ത മാനുഷിക സാഹചര്യങ്ങൾ, ഇവയെല്ലാം കൂട്ടിയിണക്കുന്ന 10 വ്യത്യസ്ത കഥകളുടെ സമാഹാരമായ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ സുഭാഷ് ചന്ദ്രനാണ്. നോവലാകാൻ കൊതിക്കാത്ത നോവുകൾ എന്നാണ് അവതാരികയ്ക്ക് അദ്ദേഹം തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ജീവിത മഹോത്സവത്തിലെ കഥാവതരണ വേദിയിൽ തൻ്റെ കൂടി കഥ പറഞ്ഞിട്ട് പോകാൻ ഓരോ കഥാകൃത്തും അക്ഷമനായി കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആദ്യ കഥ അയനം. പണിക്കന്റെയും ബീബാത്തുവിന്റെയും കഥ. കാളിയുടെ തിരുമുടിയേറ്റുമ്പോൾ ദൈവമായി മാറുന്ന കിട്ടുപണിക്കൻ. പക്ഷേ ആ ദൈവത്തിന് പോലും ബീബാത്തുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആ ശ്രമങ്ങളെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ. അയനം എന്ന കഥ ഒരു ഗ്രാമത്തിന്റെ സംസ്കാരം മാത്രമല്ല ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ദൈവങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന, അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരിൽ മനുഷ്യരെ തന്നെ ചുട്ടുകൊല്ലുന്ന പ്രവണതയെയും കൂടിയാണ്. അടുത്ത കഥ ബ്രേക്കിംഗ് ന്യൂസ്. ഈ കാലഘട്ടത്തിലെ മാധ്യമ വാർത്തകളുടെ ഒരു പരിച്ഛേദനം കൂടിയാണ് ഈ കഥ എന്ന് നമുക്ക് പറയാം. ഓരോ ദുരന്തവും ഒരു ബ്രേക്കിംഗ് ന്യൂസിനും അപ്പുറം സമൂഹത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. മാധ്യമധർമ്മത്തിൽ ഉപരിയായി വെറും വാർത്തകൾ മാത്രമായി ചിലരുടെ ജീവിതവും മാറുന്ന ഒരു കാഴ്ച. ഏകാഗ്നിയുടെ പുഴ എന്ന കഥയിൽ ജീവിത വഴികളിൽ പരസ്പരം സാന്ത്വനമാകുന്നവരെയും അവരുടെ ഒറ്റപ്പെടലിനെയും വരച്ചു കാട്ടുന്നു. ഇസബെല്ല എന്ന കഥ വല്ലാത്തൊരു ഫാന്റസിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആഗ്രഹം, പ്രണയം, പ്രതികാരം, എല്ലാ വികാരങ്ങളും പ്രതിഫലിക്കുന്ന ഒരു കഥ. കവി മരിച്ചപ്പോൾ എന്ന കഥ വരച്ചു കാട്ടുന്നതും നഷ്ടപ്പെടുന്ന സ്നേഹം സൃഷ്ടിക്കുന്ന ശൂന്യതയെയാണ്. വിശ്വാസവും അന്ധവിശ്വാസവും ഇഴകലർന്ന നാട്ടിൻപുറത്തെയാണ് നാം മാടത്തിയിൽ കാണുന്നത്. ഗ്രാമത്തിന്റെ വിശുദ്ധിക്കും അപ്പുറം സമൂഹത്തിന്റെ ചില ഇടപെടലുകൾ ചിലരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. 12ാം നിലയിലെ സ്നേഹജാലകത്തിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സിനെ വരച്ചു കാട്ടുന്നു. ഷൂമാക്കർ എന്ന കഥ നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നതും ഉറക്കത്തിലേക്ക് പോകുന്ന സമയം നിശ്ചയിച്ചിരുന്നത് ആകാശവാണിയായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റേഡിയോയിലൂടെ ഒഴുകി വന്ന ഓരോ വാർത്തകളും നമ്മെ അത്രമേൽ സ്വാധീനിച്ചിരുന്നു. ഗൃഹാതുരത്വം തുളുമ്പുന്ന ചില ഓർമ്മകളുടെ അനുഭവം ഷൂമാക്കർ ലിവി എന്ന കഥ നമുക്ക് സമ്മാനിക്കും. ശുനകപർവം എന്ന കഥ പേര് പോലെ തന്നെ ഒരു നായയുടെ ജീവിതത്തിലെ അധ്യായം തന്നെയാണ്. ഒരു നേരം ലഭിക്കുന്ന അന്നത്തിന്റെ പേരിൽ ജീവിതാവസാനം വരെ യജമാനനോട് കൂറു പുലർത്തുന്നവൻ. ഉപേക്ഷിക്കപ്പെടുന്നവന്റെയും ഉപേക്ഷിച്ചവന്റെയും മാനസിക വ്യാപാരങ്ങൾ ഈ കഥയിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. ഈ കഥയിലെ ഒരു വാചകമുണ്ട്: പ്രായമായാൽ പിന്നെ നമ്മളല്ലടാ നമ്മളെ തീരുമാനിക്കുന്നത്. വർത്തമാനകാലത്തെ പ്രായമായ ഭൂരിപക്ഷം മനുഷ്യരുടെയെങ്കിലും ജീവിത താല്പര്യങ്ങൾ മക്കളോ മരുമക്കളോ ആയിരിക്കും തീരുമാനിക്കുക എന്നതിൻ്റെ ഒരു നേർചിത്രം തന്നെയാണ് നമുക്ക് ഈ കഥയിൽ കാണാനാവുക. അവസാനത്തെ കഥ തേപ്പ്. പ്രണയവഞ്ചനയുടെ ന്യൂജൻ കാലത്തെ പേര്. കഥ നടക്കുന്നത് നമ്മുടെ സമയമേഖലയ്ക്ക് അപ്പുറത്താണെങ്കിലും പ്രണയത്തിനും നഷ്ടപ്പെടലിനുമെല്ലാം ഒരേ മുഖം തന്നെയാണ്. വൈചിത്രഭൂമിയിലെ കാമനകളും കാലശകലങ്ങളും എന്ന പേരിൽ
എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പി.കെ. അനിൽകുമാർ ഇസബെല്ലയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ അവസാനം അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വ്യതിരിക്തമായ ഭൂമികകൾ, വേറിട്ട പ്രമേയങ്ങൾ, നവീനമായ ആവിഷ്കാര വഴികൾ, ദാർശനിക ഗരിമ. സമകാലികതയെ അടയാളപ്പെടുത്തുന്നതിനൊപ്പം ശക്തമായ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകളും പ്രത്യയശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളും ഊടുംപാവും നെയ്യുന്ന അജിത് കണ്ടല്ലൂരിന്റെ ഇസബെല്ല സമ്പന്നമായ മലയാള ചെറുകഥയുടെ നവീന മുഖമാണ്. വരും കാലത്തിന്റെ കൈരളിയുടെ ഈടുവെപ്പുകളിലൊന്നായി മാറാൻ കഴിവുള്ള കഥാകാരനാണ് അജിത്ത് എന്ന് ഇസബെല്ല സത്യവാങ്മൂലം നൽകുന്നു. അതെ, കഥകളുടെ നാൾവഴികളിലേക്ക് പുതിയൊരു പേരുകൂടി ഇസബെല്ല. പുതിയ കഥകൾ നൽകുന്ന വായനാനുഭവങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.